എന്തായാലും നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഈ അമ്പലത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയല്ല, ഇത് തൊഴിയിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ലൈവായിട്ട് കണ്ടുപിടിക്കുന്നതാണ്. അതായത് ഒന്ന് മറ്റേ ആന ഇവിടെ വന്നു ഓടിച്ച് മറ്റേ ഒരു അവർ കൂടുന്ന ജനറേറ്റർ മറിച്ചിട്ടു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളെ എടുത്തിട്ട് ചവിട്ടി പോന്നു. ജനറേറ്റർ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരാളെ എടുത്ത് പുറത്തേക്കിട്ട് അടിച്ച് കൊല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരാളെ ചവിട്ടി, ഒരാളെ തെങ്ങിൻ്റെ മുകളിലേക്ക് തെങ്ങുമേലേക്ക് വലിച്ചടിച്ചു. ഞാൻ ലൈവായിട്ട് കണ്ടുപിടിക്കുന്നതാ. ഞാനിവിടെ കാലത്ത് ഓടിക്കുന്നുണ്ട്. എത്ര മണി? ഞാൻ ഒരു 8:30-9 മണി ഓടിക്കാൻ ഇവിടെ ഉണ്ട്. ഇത് ഇവർ പറയണമെന്ന് നല്ല കറക്റ്റ്. ഞാൻ ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടില്ല. അതാണ് ഈ തൊഴിയിക്കാൻ വേണ്ടി അമ്പലത്തിൽ തൊഴിയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആനയാണ്. ആ ആനയാണ് ഇങ്ങനെ ഈ അമ്പലത്തിൽ തൊഴിയിക്കാൻ വേണ്ടി തൊഴിയിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ആനയാണ്. ആ ആനയാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ദാരുണമായ കാര്യത്തിലേക്ക് പോയത്. ഇത് എത്ര മണിയോടുകൂടിയായിരുന്നു ചേട്ടാ? ചേട്ടാ ഇത് എത്ര മണിയോടുകൂടിയായിരുന്നു സംഭവം? എന്തായാലും 10 മണി ആ സമയത്തായിരുന്നു. ആളില്ലാന്നുകൊണ്ട് വലിയ അപകടം ഒഴിവായും തോന്നുന്നു. ആ സമയത്ത് അമ്പലത്തിൽ ആൾക്കാർ കുറവേണ്ട അപകടം ഉണ്ടായിരുന്നില്ല. തൊഴിക്കുന്നതിന് ഇന്നലെ കൊണ്ടുവന്നാണ് ഇന്ന് കൊണ്ടുവന്നാണ് നമുക്കറിയില്ലത്. അതായത് ഇവിടെ അമ്പലത്തിലെ ആന തൊഴുത്ത് പോയതിനു ശേഷമാണ് ഞാൻ അറിഞ്ഞത് അമ്പലത്തിൽ ആന സ്ഥിരമായി അങ്ങനെ വരാറില്ല. ഇല്ല അങ്ങനെ വരാറില്ല. നടക്കരുത് അങ്ങനെ എന്തെങ്കിലും എന്തായാലും പ്രോസസ് വേറെ അമ്പലത്തിൽ തൊഴിയാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരിങ്ങോട്ട് ആന തൊഴിക്കാൻ കൊണ്ടുവന്നു. പക്ഷെ ഇവിടെ പ്രശ്നം ഉണ്ടായത് അത്ര ഉള്ളൂ. ആണ് ആനയെ തൊഴിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതിനിടയിലാണ് ഈ ആന വയലന്റ് ആയതെന്നാണ് ഇപ്പോൾ ഈ ക്ഷേത്രം ഭാരവാഹികളൊക്കെ വ്യക്തമാക്കുന്നത്. വലിയ ആൾത്തിരക്കുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രശ്നം വലിയ രൂക്ഷമായാനെ. പക്ഷേ അത്തരം സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വാഹനങ്ങൾക്ക് നേരെ മാത്രം അതിന്റെ കൊമ്പിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഒരു യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുന്നു. മറ്റ് 2 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. RRT സംഘം എത്തിയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. ആ സ്ക്വാഡ് ആണ് ഇപ്പോൾ ഇവരെ തളയ്ക്കാനുള്ളത്. ആ ആന അവിടെയൊക്കെ അടിച്ച് തകർക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശം ഒന്നാകെ. ആ വീട്, ആ കാറ് ഒക്കെ തകർത്ത് എറിയുകയാണ്. എപ്പോഴാണ് ആന ഓടുക, എന്താണ് ആന? ആ വാഹനമാണ്, അതായത് ആ മറ്റു വണ്ടി, അതായത് ആ സ്വിഫ്റ്റിന്റെ വാഹനമാണ്. സ്വിഫ്റ്റ് വാഹനം പിന്നീട് കുത്തി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൽത്തറക്ക് മുകളിൽ കയറി നിൽക്കുന്ന ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള സ്ക്വാഡ് എത്തിയിട്ടുണ്ടെങ്കിലും പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിലവിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ട്. കാരണം ആന അത്രയും വയലന്റ് ആണ്. ഒരു 10 മീറ്ററിനടുത്തേക്കെങ്കിലും ചെന്നാൽ മാത്രമേ ഈ ബെൽറ്റ് അടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിനുള്ള ഒരു സാധ്യതയും നിലവിലില്ല. അത് പരിസരത്തേക്ക് പോലും അടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അത് 10 മീറ്ററിനൊക്കെ എത്തിയാൽ മാത്രമേ നമുക്ക് പറ്റൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു വാഹനത്തിലേക്ക് ആന അടുക്കുന്നു. അത് ആദ്യം ആ വാഹനം പൂർണ്ണമായും തകർത്തെറിഞ്ഞിട്ടതാണ്. ഇപ്പോൾ വീണ്ടും ആ വാഹനത്തിലേക്ക് ആന മാറുന്ന, ആ വാഹനം ആക്രമിക്കാൻ വേണ്ടി ആന മാറുന്നതാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. ആ പന്തലടക്കം കുത്തി മറിച്ചിടുകയാണ്. ആ പന്തലടക്കം കുത്തി മറിച്ചിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വളരെ ദാരുണമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി തൊട്ടടുത്തുള്ള വീടുകളൊക്കെ ഉണ്ട്. ആ വീടുകളിലൊക്കെയാണ് ഇപ്പോൾ ആളുകളും ഒക്കെ നിൽക്കുന്നത്. ഈ RRT സംഘവും അതോടൊപ്പം തന്നെ സ്ക്വാഡും ഒക്കെ എത്തിയിട്ടുണ്ട്. സ്ക്വാഡും RRT സംഘവും ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ഒരു തരത്തിലും ആനക്കടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. പോലീസുകാരൊക്കെ നോക്കി നിൽക്കുക മാത്രമാണ് ഇതിന് ചെയ്യാൻ പറ്റുന്നത്. ടാസ്ക് ഫോഴ്സ് ഇതിനടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും സാധ്യമാകുന്നില്ല. ആന ഒരു സെക്കൻഡിൽ പോലും ആന കാം ഡൗൺ ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഏകദേശം 15 മിനിറ്റ് പിന്നിടുന്നു. പക്ഷേ ആ ഒരു 15 മിനിറ്റിൽ ഒരു സെക്കൻഡിൽ പോലും ആന കാം ഡൗൺ ആയിട്ടില്ല. ആന ഈ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് ഈ കാർ ഇരുന്ന സ്ഥലത്തേക്ക് ഓടുന്നു. അതിനുശേഷം തിരിച്ച് ആൽമരത്തിൻ്റെ അങ്ങോട്ട് ഓടുന്നു. ആ സ്വിഫ്റ്റ് കാറ് അടിച്ചു പൊളിക്കുന്നു. അതിന് തൊട്ടപ്പുറത്ത് ഈ വാഹനം കിടന്ന സ്ഥലത്ത് ആന വാഹനം ചവിട്ടി പൊട്ടിക്കുന്നു. അങ്ങനെ ഒരു മിനിറ്റിൽ പോലും ആന കാം ഡൗൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ബെൽറ്റ് അടിക്കാനുള്ള ബുദ്ധിമുട്ട് തുടരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ക്ഷേത്രത്തിൽ തൊഴിയിക്കുന്നതിന് വേണ്ടി എത്തിച്ച ആനയാണ് ഇത്തരത്തിൽ ഓടിയത് അല്ലെങ്കിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.